കലക്ട്രേറ്റിൽ നോമിനേഷൻ കൊടുത്ത് കലക്ട്രേറ്റിൻ്റെ പടിയിറങ്ങി പുറത്തേക്ക് വരുന്നത്. അവിടെ നിന്നും സന്തോഷകരമായ നോമിനേഷൻ കൊടുത്ത് വരുമ്പോൾ അതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും വൈകാരികതയും ഉണ്ടാകിയതാണ് എൻ്റെ ഒരു മൂത്ത പെങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ചേച്ചി അവരുടെ കയ്യിലണിഞ്ഞ 1.25 പവൻ തൂക്കമുള്ള സ്വർണ്ണവള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചെലവിലേക്ക് വേണ്ടി എനിക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ സാന്നിധ്യത്തിൽ സമ്മാനിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം ഇപ്പോൾ വികാരത്തോട് ഓർക്കുകയാണ്. 2019 ഞാനിതുപോലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായപ്പോൾ ചെമ്പൂരി ചെക്കിപ്പണ്ണ് ചേച്ചി അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു വള ഊരി തരികയുണ്ടായി. 2019 തൃശ്ശൂർ പിന്നെ ടൗൺ ഹാളിൽ വെച്ച്. അവരിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, ഞാൻ അവരെ ശിരസ് കുനിച്ച് സ്മരിക്കുകയാണ്. അത് നൽകിയൊരു പ്രചോദനം. അതിനുശേഷം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ, UDFൻ്റെ പ്രവർത്തകന്മാർ ആ തെരഞ്ഞെടുപ്പിൽ, ഞാൻ DCC പ്രസിഡന്റ് കൂടി, അവരാണ് ആ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത് നടത്തിയത്. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിനാണെങ്കിൽ കോർപ്പറേറ്റ് പണം കിട്ടാൻ മാർഗ്ഗമില്ല, കേന്ദ്ര ഭരണമില്ല, സംസ്ഥാന ഭരണമില്ല. കംപ്ലീറ്റ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ എല്ലാം കോടാനുകോടി രൂപയാണ് ഈ ഇലക്ഷന് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും പ്രചരണം കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും അവർ സ്വന്തം കയ്യിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചും അവർ സ്വയം പശ കുറിക്കുകയും പോസ്റ്റ് ഒട്ടിച്ചും അവർ ഈ കടുത്ത വെയിൽ സഹിച്ചും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെങ്ങൾ ഒരു ആങ്ങളയ്ക്ക് നൽകുന്ന വികാരത്തോടു കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന 1.25 പവൻ്റെ സ്വർണം വള സമ്മാനിച്ചത്. ഇത് വലിയ വികാരത്തോടു കൂടി സ്വീകരിക്കുകയാണ്. അതൊരിക്കലും വിസ്മരിക്കാത്ത ഒന്നാണ്. തീർച്ചയായും ഇത് നൽകുന്നൊരു പ്രചോദനവും ശക്തിയുമുണ്ട്, സന്തോഷവുമുണ്ട്. അത് മണലൂരിൽ വലിയ ഒരു ജനവികാരമായി പ്രതിഫലിക്കും എന്നാണ് ഉറപ്പ്. ആ ജനവികാരത്തിൻ്റെ ഭാഗം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായ ഗ്രേസി ചേച്ചി ഈ സ്വർണ്ണാഭരണം എനിക്ക് സമ്മാനിച്ചത്. 100% ഉറപ്പ്. മണലൂരിൽ യാതൊരു സംശയവും വേണ്ട. ഈ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് കഴിഞ്ഞ 2 തവണ മണലൂർ നഷ്ടപ്പെട്ടത്. മണലൂർ കോൺഗ്രസിൻ്റെ UDFൻ്റെ മണ്ഡലമാണ്. അതിൻ്റെ ചരിത്രം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പുതിയ മണലൂർ മണ്ഡലം ഉണ്ടായപ്പോൾ ആദ്യത്തെ MLA 2011 CPA മാധവേട്ടനാണ്. മണലൂരിൽ കോൺഗ്രസിനും UDFനും ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ 2 തവണ ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ആ മണ്ഡലത്തിന് ഒരുപാട് വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അത് കണ്ടശങ്കടവ് കാഞ്ഞാണി പിന്നെ അരിമ്പൂര് വഴി കടന്നു വരുന്ന ഒരു പ്രധാന റോഡുണ്ട്. ആ റോഡ് ഉൾപ്പെടെ കുടിവെള്ള പ്രശ്നമടക്കം, അതേപോലെ ഉപ്പ് കയറി കൃഷിക്കാരുടെ സങ്കടമടക്കം, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. ഈ ഇവിടുത്തെ പെരിങ്ങാട് പുഴയെ പിന്നെ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു. അവിടെ വനമില്ല, ഒന്നുമില്ല. അതിന് നാട്ടുകാർ മുഴുവൻ പീഡിപ്പിക്കുകയാണ് അവിടെ. അതിനു വേണ്ടി ഗവൺമെൻറ് ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കി. MLAയോട് നിരന്തരമായി നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ തിരുവനന്തപുരത്ത് പോയി സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്തു. ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം UDF അധികാരത്തിൽ വന്നാൽ, മണലൂർ MLA വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന പിന്നെ ഒരു തീരുമാനങ്ങളിൽ ഒന്ന് ഈ പെരിങ്ങാട് പുഴയോരം കണ്ടൽ വനങ്ങളായി ഈ പ്രഖ്യാപിച്ചത് ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അത് പുഴയായി അവിടെ നടത്തും. ജനങ്ങളുടെ ജീവിതത്തിന് വീട് വെക്കാൻ, താമസിക്കാൻ, മീൻ പിടിക്കാൻ, അവർക്ക് ഉപജീവനത്തിന് വേണ്ടി മാർഗമുണ്ടാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ആ ഉത്തരവ് ഞങ്ങൾ റദ്ദാക്കിക്കും. അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുക്കും. ഇതുപോലെ ഏനാമാക്കൽ റെഗുലേറ്ററിൻ്റെ പ്രശ്നം, നെൽകൃഷിക്കാരുടെ പ്രശ്നം, ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കും. പിന്നെ ഇടിയഞ്ചിറ ബണ്ട് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ കൃത്യമായും ഇത്തവണ ഒരു പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ് മണലൂർ. നോ നെഗറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിൻ, ഫുൾ പോസിറ്റീവ് ഇലക്ഷൻ ക്യാമ്പയിനാണ്. എന്തായിരിക്കും ഞങ്ങളുടെ എയിം? ഞങ്ങളെ എയിം 23-ാം തീയതി UDFൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ ഞങ്ങൾ ആ എയിം പ്രഖ്യാപിക്കും. മണലൂരിന് വേണ്ടി കൃത്യമായും ചില ഗ്യാരണ്ടി ഞങ്ങൾ ജനങ്ങൾക്ക് നൽകും. ആ ഗ്യാരണ്ടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം, ഭയങ്കര കോൺഫിഡൻസാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മണലൂരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെറും UDFൻ്റെ ആളുകളുടെ പിന്നെ ഒരു ആവേശം മാത്രമല്ല, താഴെ തലത്തിൽ നിഷ്പക്ഷമതികളായ ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ, അതേപോലെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും എല്ലാവരും ഞങ്ങളോട് വളരെയേറെ ഇങ്ങനത്തെ ഒരു മാസ് പിന്നെ ഒരു ഇടപെടൽ റെയർ. ഞാൻ 3 തവണ നിയമസഭയിൽ മത്സരിച്ച ആളാണ്, 1 തവണ പാർലമെൻറ്റിൽ മത്സരിച്ച ആളാണ്, 1 തവണ പഞ്ചായത്തിൽ മത്സരിച്ചാണ്, അങ്ങനെ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രമാത്രം ആളുകളുടെ കയ്യിൽ നിന്നുള്ളൊരു പോസിറ്റീവ് വേവ്
എൻ്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ഭൂരിപക്ഷം പിന്നീട് വന്ന് ആർക്കും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, മുമ്പും കവർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഇലക്ഷൻ കാണുന്നത് എന്നെപ്പോലും അത്ഭുതപ്പെടുത്താണ്. ജനങ്ങൾക്ക് ഇത്രമാത്രം ഒരു പ്രതീക്ഷ, ഒരു ആവേശം, അത് തന്നെയാണ് ഈ ഇലക്ഷൻ ഞങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്.